കിഷോറും ദേവിയുള്ള ഒരു സ്റ്റേജിൽ ഒരു വലിയ പ്രശ്നം നടന്നു. അതായത് കിഷോർ പാടിക്കൊണ്ടിരുന്നപ്പോൾ ആരോ വന്ന് പിടിക്കുകയോ വലിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്ത് ഭയങ്കര പ്രോബ്ലമായി. അതെവിടെ വെച്ചായിരുന്നു? അതായത് ഇപ്പം ഞങ്ങൾ US പോയി എന്ന് പറഞ്ഞ ആ ഷോയ്ക്ക് ഒരു തമിഴ് സോങ് ഞാൻ പാടുന്നു, ദേവി ഒരു ഗ്രൂപ്പ് ബാക്കിൽ ഡാൻസ് ചെയ്യുന്നു. അന്നൊരു ട്രെൻഡ് വന്ന സമയമാണ് അങ്ങനെ. അപ്പം ഒരു ചില സ്റ്റേജിൽ സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ ഒരു സ്റ്റേജിൽ സ്ഥലം ഇല്ലാത്തപ്പോൾ ഞാൻ പതുക്കെ മൈക്കുമായിട്ട് ഓഡിയൻസിൻ്റെ ഇടയിലോട്ട് ഇറങ്ങിയിട്ട് പാടി. അവരുടെ അപ്പോൾ എൻ്റെ കൂടെ ഒരാൾ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് എൻ്റെ കൂടെ ആൾ എഴുന്നേറ്റ് വന്നു, ഡാൻസ് കളിക്കുന്നു. അല്ലല്ല, ആണാണ്. അപ്പോൾ അയാൾ പെട്ടെന്ന് എൻ്റെ മൈക്ക് തട്ടിപ്പറിച്ചു. അപ്പോൾ ഞാൻ ഭയങ്കര, നമുക്ക് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു അനുഭവം. ഭയങ്കരമായിട്ട് ഞാൻ ഡെസ്പായി, കണ്ണീന്നൊക്കെ ഭയങ്കരമായിട്ട് സങ്കടം. അപ്പോൾ ഇവർ സ്റ്റേജിൽ നോക്കുന്നുണ്ട്. അന്ന് ലൈറ്റ്സ്, ഓഡിയൻസ് ലൈറ്റ്സ് ഒന്നും അവർ ഇട്ടിട്ടില്ല. എന്താണെന്നൊന്നും സംഭവം ഓർഗനൈസേഴ്സിനും മനസ്സിലാവുന്നില്ല. ഇവരൊക്കെ ഡാൻസ് നിർത്തി ഇങ്ങനെ നോക്കുകയാണ് സ്റ്റേജിൽ എവിടെയാണ് നിൽക്കുന്നതെന്നൊക്കെ. അവസാനം ഇദ്ദേഹം തന്നെ എന്നെ സ്റ്റേജിലേക്ക് കൂടെ വന്ന് പുള്ളി പബ്ലിക്കായിട്ട് ക്ഷമ ചോദിക്കുകയൊക്കെ ഉണ്ടായി. അതായത് പുള്ളി ഉദ്ദേശിച്ചത് ഞാൻ എന്തോ ലിപ്പ് ചെയ്യാണ്, അങ്ങനെ എന്തോ തെറ്റിദ്ധരിച്ചിട്ട് ചെയ്താണ്. അപ്പം എനിക്ക് പുള്ളി പറഞ്ഞു, നിങ്ങൾ സങ്കടപ്പെടരുത്, കരയരുത്, ഞാൻ ക്ഷമ ചോദിക്കുന്നത് വേറെ ഒന്നുമില്ല, നിങ്ങൾ അത്രയും പെർഫെക്റ്റ് ആയിട്ട് പാടിക്കൊണ്ടാണ് അത്ര പുള്ളിക്ക് സംശയം തോന്നി പറഞ്ഞു. അങ്ങനെ ഒരു ഇൻസിഡന്റ് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ദേവി പാട്ട് പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം നല്ല പാട്ടുകാരനാണ്. നിങ്ങളൊരു യുഗ്മഗാനമായാലോ? ചേട്ടാ, ഞാൻ നല്ല ഒരു ദാമ്പത്യത്തിന് പാട്ടും ഡാൻസും മതിയെന്ന് ചേട്ടൻ ഇപ്പൊ പറഞ്ഞ് നാക്കെടുത്തതേ ഉള്ളൂ. ഞങ്ങളെ പിരിക്കരുത് പ്ലീസ്, പ്ലീസ്, പ്ലീസ്. ഞങ്ങൾ തികച്ചോട്ടെ. ഞങ്ങൾ സെഞ്ചുറി അടിച്ചിട്ട് പോകണമെന്നാ വിചാരിക്കുന്നത്. ഹാഫ് സെഞ്ചുറി എങ്കിലും അടിക്കണം. ഒന്നിച്ച് വേണ്ടല്ലേ? കാരണം കൂടെ പറഞ്ഞുതരാം. അല്ല, കാരണം കൂടെ പറഞ്ഞുതരാം. ഞങ്ങള് കോളേജിൽ, ഞാൻ MA ഭരതനാട്യം RLB കോളേജിൽ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമുക്കൊരു പേപ്പർ സബായിട്ടുണ്ട്. അപ്പം ഞാനതിൽ, അപ്പം നമുക്ക് ചെറിയതായിട്ടൊക്കെ പാട്ട് അറിയാം, ഞാൻ പഠിച്ചിട്ടുള്ളത്. ഗുരുനാഥന്മാരെ നമ്മളിത് പറയരുത്. ആലപ്പുഴയിലുള്ള വിധു എന്ന് പറഞ്ഞ മാഷാണ് എന്നെ പഠിപ്പിച്ചത്. പിന്നെ അതിനുശേഷം അംബുജം ദൊരൈസ്വാമി എന്ന് പറഞ്ഞ ടീച്ചറും പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ പാട്ടിങ്ങനെ വളരെ സജീവമായിട്ട് പഠിക്കണം. അച്ഛന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. എന്നിട്ട് ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോയി ഞങ്ങൾ എന്താ ഏകാദശിക്കൊക്കെ ഞങ്ങൾ പാടുമായിരുന്നു. പിന്നെ കച്ചേരി അരങ്ങേറ്റമൊക്കെ ചെയ്തു. നമ്മൾ എഴുതിയുള്ള എഴുതിയുള്ള കച്ചേരിയില്ലേ, നമ്മൾ സ്വരങ്ങളൊക്കെ ചിട്ടപ്പെടുത്തി, അല്ല നമ്മൾ സ്വന്തമായിട്ട് മനോധർമ്മമൊന്നും പാടാനൊന്നും പറ്റില്ല. അങ്ങനെയല്ല, അങ്ങനത്തെ ക്യാപ്സൂൾ അങ്ങനെയൊക്കെ അച്ഛൻ്റെ ആഗ്രഹത്തിന് ചെയ്തതാണ് അതൊക്കെ. അപ്പം ഞാനിങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഐറ്റംസ് ഒക്കെ, അതിലൊരു പാട്ട് ഞാൻ സ്വതവേ ഇങ്ങനെ പിള്ളേരെ പഠിപ്പിക്കാനും ഒക്കെ പാടുമായിരുന്നു. മാടുമേക്കും കണ്ണേ നീ പോക വേണ്ടാം സൊന്നേ, മാടുമേക്കും കണ്ണേ നീ പോക വേണ്ടാം സൊന്നേ, കച്ചീന്ന് പാല് തരേ, കർക്കണ്ട ചീനി തരേ, കൈ നിറയ വെണ്ണൈ തരേ, വെയ്യലിലെ പോക വേണ്ടാം, മാടുമേക്കും കണ്ണേ നീ പോക വേണ്ടാം സൊന്നേ, കച്ചീന്ന് പാലും വേണ്ട, കർക്കണ്ട ചീനി വേണ്ട, ഉല്ലാസമായി മാടുമേത്ത് ഒരു നൊടിയിൽ തിരുമ്പിടുവേൻ, പോക വേണം തായേ തടൈ சொல்லாத നീയേ, മാടുമേക്കും കണ്ണേ നീ പോക വേണ്ടാം സൊന്നേ, ഗോവർദ്ധനഗിരിയിൽ ഘോരமான മൃഗങ്ങളുണ്ട്, ഗോവർദ്ധനഗിരിയിൽ ഘോരமான മൃഗങ്ങളുണ്ട്, സിംഗം പുലി കരടി വന്നാൽ കലങ്കിടുവായ് കൺമണിയെ, മാടുമേക്കും കണ്ണേ നീ പോക വേണ്ടാം സൊന്നേ. അങ്ങനെ ഒരുപാട് പാട്ടുകൾ പാടുമായിരുന്നു. ആള് നമ്മൾ വിചാരിച്ച പോലല്ലോ, നന്നായിട്ട് പാടി, അസലായിട്ട് പാടി കേട്ടോ. വെരി ഗുഡ്. ഇങ്ങനെ ഒരു പ്രാവശ്യം കൂടെ എനിക്ക് ചേട്ടന്റെ മുഖത്ത് നിന്ന് കേൾക്കാൻ ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. ഒരു തവണ ചേട്ടന് ഒരു പ്രോഗ്രാമിൽ പാടി, പ്രോഗ്രാമില് ഞാന് മരുക്കേലറ കീർത്തനം പാടി. അപ്പൊ അത് കേട്ട് കഴിഞ്ഞിട്ട് എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, അത് ഞാൻ ഒരിക്കലും മറക്കില്ല. അപ്പൊ എൻ്റെ അടുത്ത് അച്ഛൻ പറഞ്ഞു, അച്ഛൻ്റെ കംപ്ലൈൻ്റ് ആണ് പറഞ്ഞത്. എൻ്റെ അടുത്ത് പറഞ്ഞു, അത്രയും വലിയൊരു ഗായകൻ, ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു ഗായകൻ നിന്റെ അടുത്ത് നന്നായി എന്ന് ചുമ്മാ പറയില്ല, എന്തെങ്കിലും നേരായിട്ടുണ്ടായിരിക്കുന്നതുകൊണ്ടായിരിക്കുമല്ലോ പാടുന്നത്.
അതാണ് അച്ഛൻ വർഷങ്ങളായിട്ട് പറയുന്നത്. 60 വയസ്സ് ചിലപ്പോൾ നൃത്തം ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ മരിക്കുന്നതിൻ്റെ അന്ന് വരെ സംസാരിക്കാൻ കഴിവുണ്ടെങ്കിൽ പാട്ട് പാടാൻ പറ്റും. അതുകൊണ്ട് പറ്റുന്ന രീതിയിൽ. അപ്പോൾ എന്നോട് അച്ഛന് ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ ഡാൻസ് ഇഷ്ടമാണ്, അച്ഛൻ അപ്രീഷിയേറ്റ് ചെയ്യുന്ന പക്ഷെ പാട്ടായിരുന്നു അച്ഛൻ്റെ പ്രയോറിറ്റി. അപ്പം അതൊരു അസലായിട്ട് പാടി, വെരി ഗുഡ്. കാരണം അതുകൊണ്ടായിരിക്കും കേട്ടാ കിഷോറിനെ വളഞ്ഞിട്ട് പിടിച്ചത്. അല്ല, പാട്ട് പാടുന്നവരോട് സ്വതവേ ഭയങ്കര ബഹുമാനമാണ് കേട്ടോ, അത് സത്യമാണ്. ഇതിലാരാണ് പുലി? അശ്ശോ, അങ്ങനെയല്ല കേട്ടോ, പറഞ്ഞേ പറ്റൂ. ഇപ്പം സത്യസന്ധമായി പറയണെങ്കിൽ ഞാനാന്ന് ആണല്ലോ. അല്ല, അപ്പം നമുക്ക് മുദ്ര കുത്താം അല്ലേ? ദേവിയാണ് പുലി. അപ്പുറത്തപ്പുറത്ത് കഴുതപ്പുലിന്നൊന്നും ചേർത്ത് അതാണ്, ഒരുപാട് പുലിയുണ്ട്. ചിലര് പറയുന്നല്ലോ ദേവി അറിഞ്ഞിട്ട പേരാ, ഇപ്പുറത്തെ ഒരു മൂ കൂടെ വേണമായിരുന്നു, മൂദേവി. അങ്ങനെയൊക്കെ. എന്തായാലും അതൊന്നുമില്ല, ദേവിയാണ് നമ്മുടെ പുലി. So thank you, Kishore. Thank you, Devi. Thank you. So thank you very much. Good night, sweet dreams.